ഇതാ ജനഹൃദയങ്ങളെ കീഴടക്കിയ യഥാർത്ഥ സമരനായകൻ, സമാനതകളില്ലാത്ത സമരനായകൻ, ജീവിതം മുഴുവൻ ജനകോടികളുടെ
എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നാളെ രാഷ്ട്രീയ ചരിത്രത്തിൽ
അഴിമതിയിൽ ഞാനാണ് സ്വാഗതം. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി. സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം. സുരേന്ദ്രൻ ജിക്ക് സ്വാഗതം, സ്വാഗതം സുസ്വാഗതം. സുരേന്ദ്രേട്ടന് സ്വാഗതം. ജയ് ജയ് ബിജെപി. जय जय बीजेपी, जय जय भारत माता. स्वागतम सुस्वागतम, जय सुरेंद्र स्वागतम, स्वागतम सुस्वागतम. तेजस्वी सूर्य को स्वागतम, स्वागतम सुस्वागतम. जय सुरेंद्र स्वागतम. കേരളത്തിന്റെ ഈ ജാഥയുടെ ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി
ഈ ജാഥയുടെ സംസ്ഥാന കോർഡിനേറ്ററും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ MD രമേശനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പാർട്ടിയുടെ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സതീഷ് ചെറുവള്ളൂർ, ഈ മുന്നിൽ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും മൊബൈലിൻ്റെ ഫോട്ടോഗ്രാഫർമാരടക്കം മാറിയിരിക്കണം. പുറയിൽ ആൾക്കാർ നിൽപ്പുണ്ട്. അദ്ദേഹം ഒരു 10 അരമണിക്കൂറുണ്ട് ഇവിടെ. അദ്ദേഹം പറയുന്ന കേൾക്കൂ, പിന്നെ എടുക്കാം പടം. അദ്ദേഹം പിന്നെ പടം എടുക്കാം. പ്ലീസ് ഒന്ന് മാറി നിൽക്കൂ, പ്ലീസ് സൈഡിലേക്ക് മാറിയിരിക്കൂ. ആ സ്ത്രീകളടക്കം ആൾക്കാർ അവിടെ ഇരിക്കുകയാണ്, അവർ കാണണം. ഒന്നീ മുന്നേ ഇരിക്കാം, നിങ്ങൾക്ക് ഇരിക്കാം, ഇരിക്കേണ്ടവർക്ക് അവിടെ ഇരിക്കാം, അല്ല സൈഡിൽ നിൽക്കാം. പത്രപ്രവർത്തകർ ഒഴിച്ച് ബാക്കിയെല്ലാം, പത്രപ്രവർത്തകർ ഫോട്ടോഗ്രാഫർമാർ ഒഴിച്ച്, പാർട്ടി നിശ്ചയിച്ചേക്കുന്ന ഫോട്ടോഗ്രാഫർമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും. ഈ വിജയയാത്രയ്ക്ക് നേതൃത്വം നൽകി ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ഊർജ്ജസ്വലനായ ദേശീയ അധ്യക്ഷൻ ശ്രീ തേജസ്വി സൂര്യ MP, ഈ വേദിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമസ്കാരം. ഏറെ വൈകിയാണ് വിജയയാത്ര ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ യാത്രാനായകനും ശ്രീ തേജസ്വി സൂര്യയും ഇവിടെ സംസാരിക്കാൻ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് സുദീർഘമായി എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിജയയാത്ര 21-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച് കാസർഗോഡ് മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചത്. ആലപ്പുഴയിലെ അരൂർ മുതൽ ഇന്ന് ഈ ചെങ്ങന്നൂർ വരെയുള്ള നിരവധി സ്വീകരണ സമ്മേളനങ്ങളിലാണ് ഈ യാത്ര സംബന്ധിച്ചത്. ചെങ്ങന്നൂരിലെ ഈ സമാപന സമ്മേളനത്തോടുകൂടി ആലപ്പുഴ ജില്ലയിലെ പരിപാടികൾ അവസാനിക്കുകയാണ്. നാളെ ഈ യാത്ര പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. ഈ മാസം 7-ാം തീയതി തിരുവനന്തപുരത്ത് ഈ ജാഥ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഈ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി സംബന്ധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ യാത്ര കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഒരു പുതിയ ആശയം അവതരിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഒരു പുതിയ കേരളം സാക്ഷാത്കരിക്കണമെന്നുള്ളതാണ് വിജയയാത്രയുടെ ആശയമായി നാം മുമ്പോട്ട് വെക്കുന്നത്. പുതിയ കേരളം പുതിയ ആശയമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഓരോ മലയാളിയുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ് ഒരു പുതിയ കേരളം ഉണ്ടാകണമെന്ന്. കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെ കാലമായി നാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള, നാം പരിചയിച്ച, നാം ജീവിക്കുന്ന ഈ കേരളം നമുക്ക് സമ്മാനിച്ചത് ദുരന്തപൂർണമായിട്ടുള്ളൊരു ചിത്രമാണ്. പരാജയത്തിന്റെ കഥകൾ മാത്രം പറയുന്നൊരു കേരളം, അധപ്പതനത്തിന്റെ അഗാധതയിലേക്ക് നിബന്ധിച്ചു പോയൊരു കേരളം, അഴിമതിയുടെ, കെടുകാരസ്ഥതയുടെ ഒരുപാട് ചരിത്രം മാത്രമുള്ള കേരളമാണ് കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി നമ്മുടെ മുമ്പിലുള്ളത്. ആ കേരളത്തിന് പകരം ഒരു പുതിയ കേരളം ഉണ്ടാകണം. എല്ലാ രംഗത്തും വിജയിക്കാൻ സാധിക്കുന്ന ഒരു കേരളം, എല്ലാ ജനവിഭാഗങ്ങളെയും ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ഒരു കേരളം. ഈ നാട്ടിൽ സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ, ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ, മലയോരത്ത് ജീവിക്കുന്നവർ, കടലോരത്ത് ജീവിക്കുന്നവർ, ഈ സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പെട്ട സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രതീക്ഷകളെയും പ്രത്യാശകളെയും പൂവണിയിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ കേരളം ഉണ്ടാകണമെന്നാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പുതിയ കേരളത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഈ വിജയയാത്ര. നാം പുതിയ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയമുണ്ടാകാം, അത് സാധിക്കുമോ എന്നുള്ളത്.
ഒരു MLA മാത്രമുള്ള BJPക്ക് അത് സാധിക്കുമോ എന്ന സംശയമുണ്ടാകാം. പക്ഷേ മലയാളികളുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടുകൂടി വിജയവിശ്വാസത്തോടുകൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാൻ സാധിക്കും, നമുക്ക് സാധിക്കും. ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കും. BJPക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ള ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. നാം ഇത് പറയുമ്പോൾ 6 കൊല്ലം മുമ്പ് ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് നരേന്ദ്രമോദിയെ കളിയാക്കിയവരാണ് മലയാളികളായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തെ ആക്ഷേപിച്ചവരാണ്, അദ്ദേഹത്തെ അപഹസിച്ചവരാണ്. പക്ഷേ 6 കൊല്ലത്തിന് പുറത്ത് നാം ഇന്നറിയുന്നു, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് പഴയ ഇന്ത്യയിലല്ല, നാം ജീവിക്കുന്നത് ഒരു പുതിയ ഇന്ത്യയിലാണ്. അത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലാണ് എന്ന് അനുഭവത്തിലൂടെ നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ഇന്ന് സ്വാഭിമാനത്തിന്റെ, സ്വാവലനത്തിന്റെ, സ്വാശ്രയത്വത്തിന്റെ ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചു വിരിച്ച് തലയുയർത്തിപ്പിടിച്ച് പറയാൻ സാധിക്കും, നാം ജീവിക്കുന്ന പുതിയ ഇന്ത്യയിലാണ്. അതുകൊണ്ട് മലയാളികളോട്, ഈ കേരളത്തിലെ ജനങ്ങളോട് ഒരു കാര്യം മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നുള്ളൂ. 6 കൊല്ലക്കാലം കൊണ്ട് ഒരു പുതിയ ഇന്ത്യയെ സാക്ഷാത്കരിക്കാൻ ശ്രീ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ കെ സുരേന്ദ്രന് സാധിക്കുമെന്നുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ വിജയയാത്രയുടെ സന്ദേശം. ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഈ ജാഥക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ കേരളത്തെ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മാർച്ച് 7-ന് വിജയയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. യാത്ര മാത്രമേ സമാപിക്കുന്നുള്ളൂ. വലിയ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും ആ സമ്മേളനം. അതുകൊണ്ട് ഈ പുതിയ കേരളത്തെ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഈ ചെങ്ങന്നൂരിലെ ജനാവലി ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയ്ക്കും ജാഥാ നായകനും ഈ ജാഥയുടെ സന്ദേശത്തെയും നിങ്ങൾ അംഗീകരിക്കണം, സ്വീകരിക്കണം, ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയിൽ സംസ്ഥാന അധ്യക്ഷരോടൊപ്പം ജാഥയുടെ സ്ഥിരാംഗങ്ങളായി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, സി കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് പി സുധീർ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നിവേദിത എന്നിവരും ധാരാളം സംസ്ഥാന നേതാക്കന്മാരും ഈ ജാഥയോടൊപ്പമുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കാൻ, എല്ലാവരോടും ഒപ്പം നിൽക്കാൻ നിങ്ങൾ ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. BJP ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ജാഥാ നായകനെ സ്വീകരിക്കുവാനായി BJP ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷനെയും യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ തേജസ്വി സൂര്യയും സ്വീകരിക്കാനായി പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സതീഷ് ചെറുവല്ലൂർ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രമോദ് കാരിക്കാട്, ശ്രീ രമേശ് പേരിശ്ശേരി എന്നിവരെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. जय जय भारत माता. യുവമോർച്ച സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെയും ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സ്വീകരണത്തിന് യുവമോർച്ചയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് ശ്രീ അനീഷ് തിരുവമ്പാടി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ശ്യാംകൃഷ്ണൻ,
ശ്രീ രോഹിത് രാജ് എന്നിവരെ ക്ഷണിച്ചോളുന്നു. ഈ സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി പാർട്ടിയുടെ ഏറെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി കർണാടകയിൽ നിന്നുള്ള MP, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവസിംഹം, ബാംഗ്ലൂരിൽ നിന്നും 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ പാർലമെന്റിൽ വിജയിച്ച യുവസിംഹം, ഏറെ പ്രിയപ്പെട്ട യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ തേജസ്വി സൂര്യയെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. We invite Tejasvi Surya MP, Yuva Morcha National President, to inaugurate this program. ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ സന്ദീപ് വചസ്പതിയെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. भारत माता की भारत माता की जय. स्वामिये शरणमय्यप्पा स्वामिये शरणमय्यप्पा वंदे मातरम. वंदे मातरम. our dynamic state president, under whose leadership Kerala BJP is undertaking this historic Vijay Yatra. K. Surendran ji, the district president, all the leaders of the Bharatiya Janata Party on the stage, my brother, dynamic and charismatic state president of the Bharatiya Janata Party Yuva Morcha, Prafulla Krishnan ji, and all my brothers and sisters of Kerala, Karyakartas of Kerala, whose hard work, dedication, whose sweat and blood is building the party and ideology in God's own country. My Sashtanga Pranam to all of you. ഈ സംസ്ഥാനത്തിന്റെ ഊർജ്ജസ്വലനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, വേദിയിലുള്ള ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ MV ഗോപകുമാർ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ തുടങ്ങി വേദിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ, ഈ ആരുടെ രക്തവും വിയർപ്പും കൊണ്ടാണോ ഈ പ്രസ്ഥാനം കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നത് അതിന് സഹായകരമായി പ്രവർത്തിക്കുന്ന എൻ്റെ എല്ലാമായ സഹപ്രവർത്തകരെ, എല്ലാവർക്കും മുന്നിൽ എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. Friends, Kerala is the great land of great temples, the land of the Sanatana Dharma's greatest of saints and teachers. The smartest of the brains, the intellectuals, the philosophers, great kings, all have come and ruled this great land of Kerala. It is my great fortune that after I have been blessed with the opportunity to become the national president of the youth wing of the BJP,
Surendran ji has given me this opportunity to come and join all of you in the Vijaya Yatra of the BJP in Kerala. കേരളം എന്നുള്ളത് സന്യാസിവര്യന്മാരുടെയും ചിന്തകന്മാരുടെയും പണ്ഡിതന്മാരുടെയും മഹത്തായ രാജാക്കന്മാരുടെയും ഒക്കെ നാടാണ്. ഞാൻ യുവമോർച്ചയുടെ അഖില ഭാരതീയ അധ്യക്ഷൻ എന്ന നിലയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെ ഈ മഹത്തായ വിജയയാത്രയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം നൽകിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനോട് എന്റെ നന്ദി അറിയിക്കുകയാണ്. Friends, I have traveled as a Vidyarthi Parishad Karyakarta all across the country, as Yuva Morcha have traveled everywhere. But nowhere in the country, and I repeat, nowhere in the country, do I see the kind of dedication, hard work, commitment to ideology that I see in the Karyakartas of Kerala. You are inspiration for every single Karyakarta of the RSS, the BJP and the Sangh Parivar. Salutations, Sashtang Pranam at the feet of every single Karyakarta of Kerala. Namaskar to all of you. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിലും യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്ന നിലയിലും ഞാൻ രാജ്യമെമ്പാടും ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, രാജ്യത്ത് ഒരിടത്തും കേരളത്തിലെ സാധാരണ പ്രവർത്തകർ കാണിക്കുന്ന ആത്മാർത്ഥതയും കർത്തവ്യബോധവും സമർപ്പണബോധവും ഞാൻ രാജ്യത്ത് എങ്ങും തന്നെ കണ്ടിട്ടില്ല. ഇത്രയും ആത്മാർത്ഥതയുള്ള നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വീണ്ടും സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. Friends, this great land, unfortunately, for the last 70 years has been misruled and misgoverned by Congress and the Communist Party in succession. The land which had the potential to be the growth engine of the country is now today lacking in development, is behind on very important parameters of growth, and the youth of this state are going out of the state in search of employment and jobs. I represent Bengaluru. Many of you young people, thousands of you come to Bangalore because you do not get opportunity in Kerala. But it is not because the young of Kerala are not talented. My friends, I have many of them who are Keralites, who work in the top software companies in Bangalore. They are the most capable, most hardworking, most intelligent people who are very conscious of integrity. But because they don't get employment opportunities in Kerala, unfortunately they are going out of the state. This has to be changed. ഇത്രയും വിഭവ സംഭവത്തുള്ള ഈ സംസ്ഥാനം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 70 വർഷമായി ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച് ഈ സംസ്ഥാനത്തെ തകർത്തിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ വളർച്ചയുടെ കേദാരമായി മാറേണ്ട, അല്ലെങ്കിൽ വളർച്ചയുടെ ത്വരകമായി മാറേണ്ട കേരളം ഇന്ന് പല കാര്യങ്ങളിലും പിറകിലാണ്. രാജ്യത്ത് തൊഴിലന്വേഷികളുടെ ഭാഗ്യാന്വേഷണികളുടെ നാടായി കേരളം മാറിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വളർച്ചയുടെ പല മാനദണ്ഡങ്ങളും കേരളത്തിൽ ഇന്ന് പിറകിലാണ്. കേരളത്തിലെ പല യുവാക്കളും ഇന്ന് ജോലി തേടി ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളെ ആശ്രയിക്കുന്നതായി എനിക്കറിയാം. കാരണം ഞാൻ ബാംഗ്ലൂരിന്റെ പ്രതിനിധിയാണ്. കേരളത്തിലെ നിരവധി ചെറുപ്പക്കാരെയാണ് ഭാഗ്യാന്വേഷികളായി ഞാൻ ബാംഗ്ലൂരിൽ കാണാറുള്ളത്. എനിക്ക് ധാരാളം മലയാളി സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, മലയാളികൾ ആത്മാർത്ഥതയുടെ കാര്യത്തിലും കഴിവിന്റെ കാര്യത്തിലും ആരുടെയും പിറകിലില്ല. പക്ഷേ അവരുടെ സംസ്ഥാനത്ത്, അവരുടെ നാട്ടിൽ അവർക്ക് വേണ്ടത്ര അവസരമില്ലാത്തത് കൊണ്ട് ഈ നാട് വിട്ട് ഭാഗ്യാന്വേഷികളായി പോകേണ്ട ഗതികേടിലാണ് മലയാളികൾ. ഈ അവസ്ഥ മാറിയേ തീരൂ. Friends, decades of communism and communist rule has ruined and destroyed all private enterprise. And what about government jobs? In the name of the PSC appointments, this corrupt communist government is appointing by backdoor. All relatives and nepotism of the netas is going on in broad daylight. It reminds me of how all communist dictators around the world work. Kim Jong-un of North Korea appoints his sister to all important posts. Fidel Castro appoints his relatives to important posts. Stalin, Lenin also appointed their relatives to important posts.
In the same way, the communist dictator of Kerala, Pinarayi Vijayan, and his communist cronies are also appointing relatives to important posts to the PSC scam. This has to be challenged. This has to be stopped. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ദശാബ്ദങ്ങളായി നീണ്ടുനിന്ന ഇടതു വലതു ഭരണം കേരളത്തിന്റെ സ്വകാര്യ മേഖലയെ തകർത്തിരിക്കുകയാണ്. സ്വകാര്യ മേഖലയെ തകർത്തു എന്ന് പറയുമ്പോൾ നാം വിചാരിക്കും സർക്കാർ മേഖല പുഷ്ടിപ്പെട്ടു എന്ന്. പക്ഷേ സർക്കാർ മേഖലയുടെ അവസ്ഥയും നമുക്കറിയാം. സർക്കാർ ജോലി കിട്ടേണ്ട സർക്കാർ ജോലിക്കുള്ള ഏജൻസിയായ PSCയെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ന് പിൻവാതിൽ നിയമനം നടത്തിയും ബന്ധു നിയമനം നടത്തിയും PSCയെ തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ലോകത്തെ ഇതര രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെ പറ്റിയാണ്. അത് വടക്കൻ കൊറിയയിലുള്ള കിം ജോങ് ഉൻ ആയാലും ക്യൂബയുടെ ഫിഡൽ കാസ്ട്രോ ആയാലും സ്റ്റാലിൻ ആയാലും ലെനിൻ ആയാലും എല്ലാവരും അവരുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ എല്ലാ പ്രധാനപ്പെട്ട തസ്തികകളിലും അവരുടെ സ്വന്തക്കാരെയും കുടുംബാംഗങ്ങളെയുമാണ് നിയമിച്ചിട്ടുള്ളത്. ഇതാണ് പിണറായി വിജയൻ എന്ന സ്റ്റാലിനിസ്റ്റ് ഏകാധിപതി ഭരിക്കുന്ന കേരളത്തിലും സംഭവിക്കുന്നതായി എനിക്ക് തോന്നുന്നത്. ഇത് നാം ചോദ്യം ചെയ്യുക തന്നെ വേണം. ഈ ദുരവസ്ഥ മാറേണ്ടത് തന്നെയാണ്. Friends, this is the most corrupt government in the history of Kerala. Every single day, a new scam, a new scandal of this government comes out. These are the headlines. One day, it is the solar scam. The other day, it is the life mission scam. The next day, it is the deep fishing contract scam. The other day, it is the flood relief scam. The next day, it is the gold scam, the sprinkler scam. This is a government of scams. This is not a government which gives good governance. ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഓരോ ദിവസവും കേരളത്തിൽ പുതിയ പുതിയ അഴിമതി കഥകൾ പുറത്തു വരികയാണ്. ഓരോ ദിവസത്തെയും പത്രം പുറത്തിറങ്ങുന്നത് സർക്കാരിന്റെ പുതിയ പുതിയ അഴിമതി കഥകളുമായാണ്. അത് സോളാർ കേസ് ആകട്ടെ, ലൈഫ് മിഷൻ ആകട്ടെ, ആഴക്കടൽ മത്സ്യബന്ധനത്തെ പറ്റി ആകട്ടെ, സ്വർണ്ണക്കടത്തായിക്കൊള്ളട്ടെ, അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ അഴിമതി കഥകളാണ് കേരളത്തെ പറ്റി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇല്ലാതെയാക്കണം. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ അവസ്ഥ മാറ്റപ്പെടേണ്ടതാണ്. This is not only a corrupt government, it is also an ineffective, incompetent government that does not work. Today, when I was coming, our state president told me that the Alappuzha bypass that we crossed was pending from the last 40 years. In the same way, the Kollam bypass was also pending from 1970. All of these governments have only made empty promises. I was told that in other places where there is a will, there is a way. But in Kerala, in communist government, it is only survey, survey and survey. For 70 years, this has been the model of governance. Only after Narendra Modi became Prime Minister, the things have changed. The four-decade-old Alappuzha bypass got inaugurated thanks to Narendra Modi. The Kollam bypass, which was pending from 1970, got inaugurated because of Prime Minister Narendra Modi. Modi means development. Modi means good governance. Pinarayi means scam. Pinarayi means bad development. ഈ സർക്കാർ അഴിമതി നിറഞ്ഞ സർക്കാർ മാത്രമല്ല, കഴിവില്ലാത്ത, പ്രവർത്തനക്ഷമതയില്ലാത്ത, കെടുകാര്യസ്ഥതയുടെ സർക്കാർ കൂടിയാണ് കേരളത്തിലേത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ പറയുകയായിരുന്നു, നാം ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ആലപ്പുഴ ബൈപ്പാസ് അത് കഴിഞ്ഞ 40 വർഷമായി മുടങ്ങിക്കിടന്ന ഒരു ബൈപ്പാസ് ആണ്. അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന് ജീവൻ വെച്ചതും അത് യാഥാർത്ഥ്യമായതും. അതുമാത്രമല്ല, കൊല്ലത്ത് ദേശീയപാതയിലുള്ള ബൈപ്പാസ് 1970 തറക്കല്ലിട്ട ബൈപ്പാസ് ആണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പായത്. നാം കേട്ടിട്ടുള്ളത് മനസ്സുവെച്ചാൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഒരു മാർഗവുമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ ഇന്ന് ആകെ നടക്കുന്നത് സർവേ മാത്രമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധമായ നടപടിക്രമങ്ങളും ഉണ്ടാകുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ സംസ്ഥാനത്തും മാറ്റമുണ്ടാകുന്നത്. നന്ദി ശ്രീ നരേന്ദ്രമോദി.
പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ സർക്കാരാണ്, കെടുകാര്യസ്ഥതയുടെ സർക്കാരാണ്, പിൻവാതിൽ നിയമനത്തിന്റെ സർക്കാരാണ്. മോദി സർക്കാരാകട്ടെ വികസനത്തിന്റെ സർക്കാരാണ്. Friends, while there is no development and there is only corruption on one hand, on the other hand, this state government led by the communist dictator Pinarayi Vijayan is promoting and encouraging radical Islamic terrorism in Kerala, which is a threat for the whole country. And today, from this important stage, I want to dare him. Try however much you want. The Yuva Morcha and the BJP will stand strong against this design of yours to make Kerala a hotbed of Islamic terror. We will fight at every step, and we will win in this fight. This is the sankalp that the Yuva Morcha Karyakartas are making in Kerala today. സുഹൃത്തുക്കളെ, വികസനത്തെ ഈ സംസ്ഥാനത്ത് വികസനമില്ല എന്ന് മാത്രമല്ല, ഒരു വശത്ത് അഴിമതിയുടെ കൂത്തരങ്ങായി പിണറായി വിജയന്റെ ഭരണം മാറിയിരിക്കുകയാണ്. മറുവശത്താകട്ടെ ആഗോള മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകാധിപതിയായ പിണറായി വിജയൻ ഇന്ന് സംസ്ഥാനത്ത് മുസ്ലിം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുകയാണ്. ലോകത്തിന് തന്നെ ഭീഷണിയായി മാറിയ മുസ്ലിം തീവ്രവാദത്തെയാണ് പിണറായി വിജയൻ ഇന്ന് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പിണറായി വിജയനോട് വെല്ലുവിളിച്ചുകൊണ്ട് പറയട്ടെ, നിങ്ങൾ ഇതിനു വേണ്ടി എത്രമാത്രം പരിശ്രമിച്ചാലും മുസ്ലിം തീവ്രവാദികളുടെ പേടി സ്വപ്നമായ ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ യുവമോർച്ചയും ഉണ്ടാകുമെന്ന കാര്യം പിണറായി വിജയന് ഞങ്ങൾ മുന്നറിയിപ്പായി നൽകുകയാണ്. Friends, every single day our Karyakartas are being killed. Organizations, terrorist organizations like SDPI, PFI, Jamaat-e-Islami are being supported, funded, encouraged by the Pinarayi Vijayan government. Today, I visited the house of our Karyakarta Nandu, who was killed at the very beginning of the Vijay Yatra. He was all of 22 years old. 22 years old. What was his crime? What was his mistake? Because he supported the BJP, because he was the Karyakarta of the RSS, he was brutally murdered. He was the only son. He was the only son to his aged parents. Today, all of us Yuva Morcha Karyakartas went to his mother. We promised her that she may have lost one son, but all of us are her children, that we will stand with her and we will provide and do the duties which her son would have done. I want to assure all of you, the Bharatiya Janata Party, the Bharatiya Janata Yuva Morcha is strongly standing with every single Karyakarta of the Janasangh, of the Sangha Parivar, of the Bharatiya Janata Party in Kerala. Go ahead and fight. We are with you. We will stand with you. We will win this fight. ഇന്ന് കേരള സംസ്ഥാനത്ത് എല്ലാ ദിവസവും ഓരോ സംഘപ്രവർത്തകൻ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സംസ്ഥാനത്ത് SDPI ആകട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ പിണറായി വിജയന്റെ ഭരണത്തിൽ തഴച്ചു വളരുകയാണ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു നൽകുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. ഞാൻ ഈ യോഗത്തിൽ വരുന്നതിന് മുൻപായി ആലപ്പുഴയിലെ തുറവൂരിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നന്ദുവിന്റെ വീട് സന്ദർശിച്ചിട്ടാണ് വരുന്നത്. എന്തായിരുന്നു നന്ദു ചെയ്ത കുറ്റം? 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നിരപരാധിയായ നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ, വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കും ഏക മകൻ. നന്ദു ചെയ്ത കുറ്റം, അദ്ദേഹം BJPയിൽ വിശ്വസിച്ചു, RSSൽ പ്രവർത്തിച്ചു, യുവമോർച്ചയുടെ പ്രവർത്തകനായി എന്നത് മാത്രമാണ്. ഇന്ന് ഞാൻ അവിടെ സന്ദർശിച്ചതിന് ശേഷം നന്ദുവിന്റെ നിർഭാഗ്യവതിയായ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഒരു മകനെ നഷ്ടമായിട്ടുണ്ട് എങ്കിൽ യുവമോർച്ചയുടെ ആയിരക്കണക്കിന് മക്കൾ അമ്മയുടെ മക്കളായി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിട്ടാണ് ഞാൻ ഇന്ന് മടങ്ങി വന്നിരിക്കുന്നത്. ഞങ്ങൾ ആ അമ്മയോട് വാഗ്ദാനം ചെയ്യുകയായിരുന്നു, അമ്മയുടെ നന്ദു ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു തരുമായിരുന്നോ ആ കാര്യങ്ങളെല്ലാം തന്നെ യുവമോർച്ച പ്രവർത്തകർ ഏറ്റെടുത്തു ചെയ്യുമെന്ന ഉറപ്പ് കൂടി നൽകിയിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വന്നത്.
എനിക്കിവിടെയുള്ള യുവമോർച്ച BJP സംഘപ്രവർത്തകരോട് പറയാനുള്ളത്, ഈ രാജ്യം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ കർത്തവ്യം ചെയ്യുക. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്. Friends, politics for the BJP in Kerala is not just to come to power in the state. This is not a fight for power. This is not a fight for satta. This is not to make any of our leader just the chief minister. This fight here in Kerala is a civilizational battle for us. We are fighting this battle because we want to save this great culture, save this great land, save this great language. We want to protect this from the radical Islamic onslaught. That is the great fight that all of us are doing. And this cannot be fought only by ourselves. I also call upon all our young Christian brothers and sisters to join the hands with the BJP to fight against this radical Islamic terror together, against this land jihad, against the love jihad that is happening in Kerala. We must come together to fight against this enemy. ഇന്ന് ഈ സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന പോരാട്ടം കേവലം രാഷ്ട്രീയമായ പോരാട്ടമല്ല. അധികാരത്തിന് വേണ്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത്. ഈ വേദിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമല്ല ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. മറിച്ച് ഇതൊരു സാംസ്കാരികമായ പോരാട്ടമാണ്. നമ്മളുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ മഹത്തായ നാടിനെ, നമ്മുടെ ഭാഷയെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ വിശ്വാസത്തെ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ നാടിനെ മുസ്ലിം തീവ്രവാദികളുടെ കയ്യിൽ നിന്നും രക്ഷിക്കാനുള്ള സാംസ്കാരിക പോരാട്ടം കൂടിയാണ് ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകനും ചെയ്യുന്നത്. ഇത് കേവലം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രം ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു പോരാട്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ ഇതര സമുദായങ്ങളെ കൂടി, ക്രിസ്ത്യൻ സമുദായം അടക്കമുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ യുവാക്കൾ അടക്കമുള്ളവരോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കണം. ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് പോരാടണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ, സംസ്കാരത്തെ, ഭാഷയെ, നമ്മുടെ നാടിനെ ലവ് ജിഹാദിൽ നിന്ന്, ലാൻഡ് ജിഹാദിൽ നിന്ന്, ഹലാൽ ജിഹാദിൽ നിന്നും ഒക്കെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. Friends, Kerala has a large young population. As the youth wing president of the BJP, I want to ask all of you, communism is a dead ideology. Communism is a rejected ideology. Communism is a failed ideology. Discard that ideology. Discard that party. Leave the communist party. Come and join the Bharatiya Janata Party, which is the party of the future. Come and join with us. Let us build a new Kerala. Let us build a new India. ഞാൻ കേരളത്തിലെ ധാരാളം യുവജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഞാൻ കേരളത്തിലെ യുവാക്കളോട് പറയുകയാണ്, കമ്മ്യൂണിസം എന്നുള്ളത് മരിച്ച ആശയമാണ്. കമ്മ്യൂണിസം എന്നുള്ളത് തിരസ്കരിക്കപ്പെട്ട ആശയമാണ്. കമ്മ്യൂണിസം എന്നുള്ളത് പരാജയപ്പെട്ട ആശയമാണ്. ലോകമെമ്പാടും പരാജയപ്പെട്ട ആശയമാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ യുവാക്കളോട് പറയുന്നു, നിങ്ങൾ പരാജയപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, മരിച്ച ആശയം ഉപേക്ഷിച്ച് ഭാവിയുടെ ആശയമായ, പ്രതീക്ഷയായ ഭാരതീയ ജനതാ പാർട്ടിയിൽ അണിചേരാൻ ഞാൻ കേരളത്തിലെ യുവാക്കളെ ആഹ്വാനം ചെയ്യുകയാണ്. Friends, communism has been rejected in Cuba. Communism has failed in Russia. Communism has failed in China. Communism has failed in every part of the world. Communism has failed in Venezuela. Communism has also been rejected in West Bengal. Now it is the time of Kerala to reject this pernicious, dirty ideology of communism. Let us throw communism out. Communism is history. BJP is future. Communisattinte kaalam karinnu. ഇനി വരുന്നത് താമരക്കാലമാണ്. This is the Bharatiya Janata Party's time. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും പരാജയപ്പെട്ട സിദ്ധാന്തമാണ് കമ്മ്യൂണിസം. ചൈനയിൽ, റഷ്യയിൽ, ക്യൂബയിൽ, വെനസ്വേലയിൽ കമ്മ്യൂണിസം എവിടെയൊക്കെ പരീക്ഷിക്കപ്പെട്ടോ അവിടങ്ങളിലെല്ലാം തിരസ്കാരം ഏറ്റുവാങ്ങിയ ആശയം കൂടിയാണ് അത്. വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസം തിരസ്കരിക്കപ്പെട്ടു. ഇനി കേരളത്തിന്റെ അവസരമാണ്. ഈ പഴകിത്തേഞ്ഞ നാറിയ കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ചരിത്രമായ കമ്മ്യൂണിസത്തെ മറന്ന് ഭാവിയുടെ
പ്രതീക്ഷയായ ഭാരതീയ ജനതാ പാർട്ടിയിലാണ് അണിചേരേണ്ടത്. ഇനി വരാനിരിക്കുന്നത് താമരക്കാലമാണ്. Friends, many ask me, do you really think BJP will grow in Kerala? Every election you say we will form government. Every election you will say we will improve. But it seems very unlikely. It seems difficult. It seems very far. Can BJP really win in Kerala? A lot of political commentators keep asking this question. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ കേരളത്തിൽ BJP അധികാരത്തിൽ വരുമോ? നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയും ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് ഷെയർ കൂട്ടുന്നു, അല്ലെങ്കിൽ BJP നിരവധി സീറ്റുകളിൽ വിജയിക്കും, ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊക്കെ. പല രാഷ്ട്രീയ പണ്ഡിതന്മാരും എന്നോട് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഇത് ഉടനെ എങ്ങാനും നടക്കുമോ? കാരണം ഇത് വളരെ ബുദ്ധിമുട്ടേറിയ പ്രയാസമേറിയ ഒരു സംഗതിയാണ്. BJP സമീപകാലത്തെങ്ങാനും കേരളത്തിൽ അധികാരത്തിൽ വരുമോ? I want to remind all of them, the BJP started with only a few people, handful of people. The BJP and the Janasangh began its journey in the most smallest, humblest manner. We were once a party which had only 2 MPs. But the Ashwamedha Yagna of the Bharatiya Janata Party, which started with 2 MPs, has today resulted in 303 MPs in the country. In the same way, we will fight every election. We will improve in every election. We will increase our vote share. We will keep winning the hearts of Keralites until in the next election, in the coming election, we will form a complete majority Bharatiya Janata Party Sarkar in Kerala. BJP is the present. BJP is the future. Congress and Communists are history. Throw them into the dustbin. Come, let us go and embrace a strong future. ഞാൻ ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് കൈവിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ കൊണ്ട് തുടങ്ങിയ ഒരു പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് കേവലം 2 MPമാർ മാത്രമായിരുന്നു എങ്കിൽ ഈ 2021 ഭാരതീയ ജനതാ പാർട്ടിക്ക് 303 MPമാരാണ് ഉള്ളത്. അതേപോലെ ഓരോ ഹൃദയവും നമ്മൾ വിജയിച്ചുകൊണ്ട്, ഓരോ തെരഞ്ഞെടുപ്പിലും മലയാളികളുടെ വിശ്വാസം വിജയിച്ചുകൊണ്ടല്ല, വിശ്വാസം നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും, സർക്കാർ രൂപീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടിയാണ് വർത്തമാനകാലത്തിന്റെ പാർട്ടിയാണ്, ഭാവിയുടെ പാർട്ടിയാണ്. ചരിത്രമായ പഴകിത്തേഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ഞാൻ കേരളത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. Friends, lastly I want to tell you all one thing. The Bharatiya Janata Party, in the last so many years of our growth, has grown in all parts of north of this country, in the northern part of this country. Now it is the responsibility of all of us coming from the south of India to ensure that the Ashwamedha Yagna of making the Bharat Mata the greatest power on earth will be given strength by increasing the strength of the Bharatiya Janata Party in the south of this country. The next governments that we will form will be in Telangana, in Andhra Pradesh, in Kerala and in Tamil Nadu. Karnataka say I come. We have already taken the lead and shown how a state government of BJP can change things in Karnataka. I ask all of my young brothers and sisters of Kerala, come, join all of us Kannadigas, bring BJP in Kerala, just like how we brought it way back in Karnataka. Let us bring a new era of development, new era of prosperity, new era of growth in Kerala, led by the Bharatiya Janata Party. This is my request to you. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുക. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാരതത്തിന്റെ ഉത്തര മേഖലയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ അതിന്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഭാരതീയ ജനതാ പാർട്ടി ആഴ്ന്നിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഊഴമാണ്. ദക്ഷിണേന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അശ്വമേധ യജ്ഞത്തെ ദക്ഷിണേന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നാം ഓരോരുത്തരുടെയും കടമ.
ഭാരതാംബയെ ശക്തിപ്പെടുത്തുന്ന ആ മഹായജ്ഞത്തിൽ പങ്കാളികളാകാൻ ഞാൻ ദക്ഷിണേന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. അടുത്ത നമ്മൾ ഉടൻ തന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാടിലും കേരളത്തിലും ഒക്കെ സർക്കാരുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. കർണാടക നമുക്ക് ഒരു മാതൃക കാട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദക്ഷിണേന്ത്യയിലെ യുവജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ കർണാടകയുടെ മാതൃക പിന്തുടരുക. ഭാരതത്തിന്റെ ചരിത്രത്തിൽ, ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗം രചിക്കാൻ, പുതിയ വികസന സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എല്ലാവരും ഈ അശ്വമേധ യജ്ഞത്തിൽ പങ്കാളികളാകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. Malayalam is a great language. The sound of the Malayalam language itself is like the mantras. It has so much power. I request all of you to join me in saying a few slogans. I will tell a slogan and you will tell Namukku Venam BJP. Yes, മലയാളം എന്നുള്ളത് ഒരു മഹത്തായ ഭാഷയാണ്. മലയാളത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ആ മലയാള ഭാഷ കേൾക്കുന്നത് തന്നെ മന്ത്രം കേൾക്കുന്നത് പോലെ സുഖമുള്ള ഒരു കാര്യമാണ്. മന്ത്രത്തെ പോലെ ശക്തമായ ഭാഷയാണ് മലയാളം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഏറ്റുപറയണം. നമുക്ക് വേണം BJP. BJP. Namukku Venam BJP. Namukku Venam BJP. അഴിമതി ഭരണം ഇല്ലാതാക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ നമുക്ക് വേണം BJP. നമുക്ക് വേണം. ഓക്കെ, അതായത് അഴിമതി ഭരണം ഇല്ലാതാക്കാൻ എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണം BJP എന്ന് പറയണം. അഴിമതി ഭരണം ഇല്ലാതാക്കാൻ നമുക്ക് വേണം BJP. അഴിമതി ഭരണം ഇല്ലാതാക്കാൻ നമുക്ക് വേണം BJP. യുവജനതക്ക് തോരൽ നൽകാൻ നമുക്ക് വേണം BJP. വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് വേണം BJP. തീവ്രവാദം ഇല്ലാതാക്കാൻ നമുക്ക് വേണം BJP. കൈ ഉയർത്തി. തീവ്രവാദം ഇല്ലാതാക്കാൻ നമുക്ക് വേണം BJP. കൊലപാതക രാഷ്ട്രീയം ഇല്ലാതാക്കാൻ നമുക്ക് വേണം BJP. വികാസം ഇവിടെ സാധ്യമാക്കാൻ നമുക്ക് വേണം BJP. നമുക്ക് വേണം BJP. നമുക്ക് വേണം BJP. നമുക്ക് വേണം BJP. സാഷ്ടാംഗ നമസ്കാർ to all of you. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. I make my Sirasashtanga pranams at the lotus feet of Adi Shankara, Narayana Guru, Ayankari, and all the great sons and daughters of Kerala. Thank you so much for listening to me. ആദിശങ്കരന്റെയും ശ്രീനാരായണ ഗുരുദേവനും അടക്കമുള്ള സന്യാസി വര്യന്മാരുടെ പാതാരവിന്ദങ്ങളിൽ എന്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. ഈ ജാഥയ്ക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ യുവജന സമര നായകൻ, വിജയയാത്രയുടെ നായകൻ കെ സുരേന്ദ്രൻ നമ്മളോട് സംസാരിക്കുന്നു. വിജയയാത്രയുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി യുവഭാരതത്തിൻ്റെ അജയ്യനായ നേതാവ്, കർണാടകയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ നേതാവ്, പ്രിയങ്കരനായ ശ്രീ തേജസ്വി സൂര്യ MP അവറുകൾ, സന്നിഹിതരായിട്ടുള്ള മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, ഈ 10 മണിയോടടുക്കുമ്പോഴും ഞങ്ങളെ വരവേൽക്കാൻ ഇവിടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തേജസ്വി സൂര്യ ബംഗാളിൽ യുവമോർച്ചയുടെ സമരത്തിന് ചെന്നപ്പോൾ മമതാ ബാനർജിയുടെ പോലീസ് തേജസ്വി സൂര്യയെയും യുവജന നേതാക്കളെയും മൃഗീയമായി മർദ്ദിക്കുകയും ജയിലിലടക്കുകയും ചെയ്തു. അന്ന് അവിടുത്തെ യുവാക്കൾ പ്രതിജ്ഞയെടുത്തു, മമതാ ബാനർജിയെ ബംഗാളിൽ നിന്ന് നാട് കടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുമെന്നുള്ളത്. കേരളത്തിലും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് നമ്മൾ. ഇവിടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് തേജസ്വി സൂര്യ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്.
നമ്മൾ മലയാളികൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലാകെയുള്ള കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്, നമ്മുടെ മനസ്സിലെ ആരാധ്യ ദേവതയാണ് ഭഗവാൻ അയ്യപ്പൻ. അയ്യപ്പന്റെ നാട്ടിലേക്ക് ഈ രാജ്യത്ത് നിന്ന് എവിടെ നിന്ന് ഭക്തജനങ്ങൾ വരുമ്പോഴും അവരിറങ്ങി ഇടത്താവളമായി ഉപയോഗിക്കുന്ന ഗേറ്റ് വേ ഓഫ് ശബരിമലയാണ് ചെങ്ങന്നൂർ. അതുകൊണ്ട് ചെങ്ങന്നൂരിലെ പ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ, ശബരിമലയെ തകർക്കാൻ പിണറായി വിജയൻ സർക്കാർ അവിശ്വാസികളെ മല കയറ്റാൻ പരിശ്രമം നടത്തിയപ്പോൾ, ശബരിമലയിലെ വിശ്വാസികളെ വേട്ടയാടിയപ്പോൾ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന അമ്മമാർ, സഹോദരിമാർ, ചെറുപ്പക്കാർ എല്ലാവരും ശക്തമായി പോരാടിയാണ് ആ നീക്കങ്ങളെ പരാജയപ്പെടുത്തിയത്. ശബരിമലയിൽ നിയമനിർമ്മാണം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വിശ്വാസികളെ കബളിപ്പിക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്നാൽ ശബരിമലയെ തകർക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റ് പരിശ്രമിച്ചപ്പോൾ അതിനെ നട്ടലോടുകൂടി നിവർന്നു നിന്ന് നേരിട്ട് പോരാടി വിജയം വരിച്ചവരാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ BJP പ്രവർത്തകർ മാത്രമല്ല, രാജ്യവ്യാപകമായുള്ള ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ശബരിമല സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണ്. എന്നാൽ രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ തീരുമാനം വന്ന സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത നേതാവാണ്. കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിക്കുന്ന സമീപനമാണ് എടുത്തത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി എവിടെയെല്ലാം ക്യാമ്പയിന് പോയോ അവിടെയെല്ലാം കോൺഗ്രസ് തോറ്റ് തുന്നം പാടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവമാണ്. രാഹുൽ ഗാന്ധി പോകാത്ത 44 സീറ്റുകൾ, കേരളത്തിലെ 19 കഴിച്ച് രാഹുൽ ഗാന്ധി പ്രചരണത്തിന് പോവാത്ത 25 സീറ്റുകളാണ് അവർ ജയിച്ചത്. ബാക്കി എവിടെയെല്ലാം രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് പോയിട്ടുണ്ട് അവിടെയെല്ലാം കോൺഗ്രസ് തോറ്റു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കൊല്ലത്ത് വന്ന് ഒരു അഭ്യാസ പ്രകടനം നടത്തി. രാഹുൽ ഗാന്ധി ഒന്ന് കടലിൽ ചാടി ഒരു 2 മണിക്കൂർ നേരം അദ്ദേഹം കടലിൽ നീന്തി എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും അങ്ങനെ ഒരു പരിശീലനം വളരെ അത്യാവശ്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് കടലിൽ ചാടി മരിക്കേണ്ട ഗതികേടാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായി പ്രചരണം നടത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കി ദയവായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ട് അധികം വിളിച്ചു വരുത്തരുത് എന്നാണ് ഈ നാട്ടിലെ ജനങ്ങള് കോൺഗ്രസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. CPM-ന്റെ ദുർഭരണം കേരളത്തിൽ ഇത്രയും ശക്തമായി നടക്കുമ്പോൾ ഒരക്ഷരം ശബ്ദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം പത്രങ്ങളും ചാനലുകളൊക്കെ പറഞ്ഞു, ചരിത്രത്തിൽ ആദ്യമായി രാഹുൽ ഗാന്ധി പിണറായി വിജയനെ വിമർശിച്ചിരിക്കുന്നു. വലിയ വാർത്തയാണ് കേരളത്തിൽ. രാഹുൽ ഗാന്ധി ഒരു വാക്ക് പിണറായി വിജയനെ വിമർശിക്കുന്നത് വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? അതിനർത്ഥം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിണറായി വിജയനെ വിമർശിക്കുന്നവരല്ല എന്നല്ലേ, പിണറായി വിജയനെ സഹായിക്കുന്നവരാണ് എന്നുള്ളതല്ലേ. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കേരളത്തിലെ സാങ്കേതിക പ്രതിപക്ഷം എന്താണ് ഈ ഗവൺമെന്റിനെതിരായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നിൽക്കുകയല്ലേ തിരുവൻവണ്ടൂർ പഞ്ചായത്ത്. ആരാണ് അവിടെ ഒരുമിച്ച് ഭരിക്കുന്നത്? ആരാണ് അവിടെ BJP-യെ താഴെയിറക്കാൻ പരസ്പരം സഹായിച്ചത്, സഹകരിച്ചത്? കേരളത്തിന്റെ LDF UDF സഹകരണത്തിന്റെ ഉത്തമമായിട്ടുള്ള മാതൃകയാണ് ചെങ്ങന്നൂർ മണ്ഡലം, തിരുവൻവണ്ടൂർ പഞ്ചായത്ത്. ഇങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഈ മാതൃക ശക്തമാണ് കേരളത്തിൽ. പ്രിയപ്പെട്ടവരെ, വികസനമില്ലാത്ത നാടായി
അഴിമതിക്കാരുടെ നാടായി, തീവ്രവാദികളുടെ ഭീകരവാദികളുടെ നാടായി കേരളത്തെ രണ്ട് മുന്നണികളും ചേർന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ രണ്ട് മുന്നണികളും കേരളത്തെ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം വഞ്ചിക്കുകയായിരുന്നു. ജനങ്ങളുടെ ഒരു വികസന പ്രവർത്തനവും അവർ നടത്തിയിട്ടില്ല. വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു 5 കൊല്ലം കൊണ്ട് 25 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും. ഒരു വർഷം 5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 5 വർഷം കൊണ്ട് 25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. കേരളത്തിൽ ആർക്കാ തൊഴിൽ കൊടുത്തത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത 60 ലക്ഷം ആളുകൾക്കും ഒരു തൊഴിലുമില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി റദ്ദാക്കി. നിയമനം നിരോധിച്ചു. സമ്പൂർണ്ണ നിയമന നിരോധനം നടപ്പാക്കി. പുറംവാതിൽ നിയമനങ്ങൾ മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നത്. ചെറുപ്പക്കാർ തെരുവിൽ സമരം ചെയ്തു. സർക്കാർ പുറംവാതിൽ നിയമനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് എടുത്തത്. ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർക്ക്, CPMന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കെല്ലാം, ബന്ധുക്കൾക്കെല്ലാം തൊഴിൽ കൊടുക്കുന്ന, ബാക്ക്ഡോർ നിയമനങ്ങളിലൂടെ തൊഴിൽ കൊടുക്കുന്ന ഒരു സർക്കാരാണിത്. സാധാരണക്കാരായിട്ടുള്ള, പാവപ്പെട്ടവരായിട്ടുള്ള ചെറുപ്പക്കാരെ വഞ്ചിച്ചു, സ്ത്രീകളെ വഞ്ചിച്ചു, തൊഴിലാളികളെ വഞ്ചിച്ചു, പാവപ്പെട്ട കർഷകരെ വഞ്ചിച്ചു. ചെങ്ങന്നൂരിൽ, നമുക്ക് കല്ലിയൂരിലും മറ്റുമല്ല, ഇവിടെയെല്ലാം ചെന്നാൽ ഈ മൺപാത്ര നിർമ്മാണം, ഓട്ടുപാത്ര നിർമ്മാണത്തിന്റെ ആയിരക്കണക്കിന്, കല്ലിശ്ശേരിയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. പരമ്പരാഗത വ്യവസായം, എത്രയോ കാലമായിട്ട് അവർ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. പാവപ്പെട്ടവരുടെ സർക്കാരാണെന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 5 കൊല്ലം അവരോട് കാണിച്ച വഞ്ചന. അവർക്ക് ജീവിതം ഇന്ന് നഷ്ടമായിരിക്കുകയാണ്. അവരുടെ തൊഴിൽ നഷ്ടമായിരിക്കുകയാണ്. തകർന്നിരിക്കുകയാണ് അവിടുത്തെ പരമ്പരാഗത വ്യവസായം. വെള്ളി കൊണ്ട് കൊലുസുകൾ ഉണ്ടാക്കി ഉപജീവന മാർഗം തേടുന്ന ആയിരക്കണക്കിന് ആളുകളുള്ള മണ്ഡലമാണിത്. വെള്ളി കൊലുസുണ്ടാക്കുന്നവർ, വെള്ളി ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇന്ന് കഞ്ഞി കുടിക്കാൻ വകയില്ല. തിരിഞ്ഞു നോക്കാൻ ആളില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റ് ആലപ്പുഴയിലെ കയർ വ്യവസായം സമ്പൂർണ്ണമായിട്ട് തകർത്തു. 10,000-കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടി. കൊല്ലത്ത് എന്നാൽ കശുവണ്ടി വ്യവസായ മേഖല സമ്പൂർണ്ണമായിട്ട് തകർത്തു. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ തൊഴിലെടുക്കുന്നത്. ഉപജീവനം മുട്ടി. കയറാവട്ടെ, കശുവണ്ടിയാവട്ടെ, മൺപാത്ര നിർമ്മാണമാവട്ടെ, ബീഡി തെറിപ്പാവട്ടെ, കൊലുസുണ്ടാക്കുന്നവരാവട്ടെ, സാധാരണ കലമുണ്ടാക്കുന്നവരാവട്ടെ, ഇവരുടെ എല്ലാം ജീവിതം വഴിമുട്ടിച്ചു പിണറായി വിജയൻ സർക്കാർ, കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാർ. എന്താ കാരണം? പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ വോട്ട് ബാങ്ക് ഇല്ലാത്തവരാണ്, പാവപ്പെട്ടവരാണ്, ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങളാണ്. വല്ല മലപ്പുറത്തോ മറ്റോ ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ അവിടെ ഓടിയെത്തുമായിരുന്നു. മുസ്ലിം വർഗീയ ശക്തികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്. പാലോളി കമ്മിറ്റി ഉണ്ടാക്കി ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം ആനുകൂല്യം കൊടുക്കുന്ന വിവേചനപരമായ ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടുത്തെ പരമ്പരാഗത വ്യവസായം നടത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഒരു വിലയുമില്ല. അവർക്ക് പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല. ഡൽഹിയിലേക്ക് ട്രാക്ടർ ഓടിച്ചു പോവുകയാണ്. CPM-ഉം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പാമ്പും കീരിയും എല്ലാം കൂടി ട്രാക്ടർ എടുത്ത് ഡൽഹിയിലേക്ക് പോവാണ്. മിസ്റ്റർ രാഹുൽ ഗാന്ധി, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ഡൽഹിയിലേക്ക് ട്രാക്ടർ ഓടിച്ചു പോകുന്നതിന് പകരം നമ്മുടെ കേരളത്തിലെ കുട്ടനാട്ടും പാലക്കാട്ടും ആലപ്പുഴയിലും സമീപ സ്ഥലങ്ങളിലുമെല്ലാം 10,000-കണക്കിന് നെൽ കർഷകരാണ് അവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നെല്ല് കൊയ്യാൻ സമയത്തിന് കൊയ്ത്ത് യന്ത്രങ്ങൾ നിങ്ങൾ കൊടുക്കുന്നില്ല. സമയത്തിന് മെതി യന്ത്രങ്ങളില്ല. മഴ വരുന്നതിന് മുമ്പ് നെല്ലുകൾ സംഭരിക്കാൻ നിങ്ങളുടെ കയ്യിൽ സംവിധാനമില്ല. സംഭരിച്ച നെല്ലിന് നിങ്ങൾ കാശ് കൊടുക്കുന്നില്ല. നെൽ കർഷകർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. കേരളത്തിൽ ഒരു നടപടിയും നിങ്ങളുടെ ഭാഗത്തുനിന്നില്ല. ഒരു മിനിമം സപ്പോർട്ട് പ്രൈസും നിങ്ങൾ ഇവിടെ കൊടുക്കുന്നില്ല.
കേരളത്തിൽ പച്ചക്കറി ഉണ്ടാക്കുന്ന തക്കാളി, വെണ്ടക്ക, സവോള, കൈപ്പക്ക ഇതെല്ലാം ഉണ്ടാക്കുന്ന കർഷകർ ധാരാളമുണ്ട്. എന്താണ് അവരുടെ താങ്ങുവില? പച്ചക്കറി കർഷകർക്ക്, നെൽ കർഷകർക്ക്, നാളികേര കർഷകർക്ക് കേന്ദ്ര സർക്കാർ മിനിമം സപ്പോർട്ട് പ്രൈസ് കൂടുതലായി കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. മോദി സർക്കാരാണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് കൊടുത്തു കേരളത്തിന്? എന്താണ് നിങ്ങളുടെ വികസന സങ്കല്പം? എന്താണ് നിങ്ങളുടെ കേരളത്തിന്റെ താല്പര്യം നിങ്ങൾ സംരക്ഷിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നും ചെയ്യാത്ത മുന്നണികൾ, വഞ്ചകരായ മുന്നണികൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വർഗീയ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് പിടിക്കുകയാണ്. മതഭീകരവാദികളെ കൂട്ടുപിടിച്ച് വോട്ട് പിടിക്കുകയാണ്. ഇവിടെ തേജസ്വി സൂര്യ പറഞ്ഞു നന്ദുവിന്റെ വീട്ടിൽ പോയ കാര്യം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ. എല്ലായിടത്തും മതഭീകരവാദികൾ ശക്തിപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ 1921 മാപ്പിള ലഹളയുടെ ആവിഷ്കാരമുണ്ടായി. അതേ വേഷവിധാനം, അരപ്പട്ട, വാളുകൾ. എന്നിട്ട് അവർ പറയുന്നു ആ 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണിയാണ്. ആർക്കെതിരെയാണ് ഈ ഭീഷണി? കേരളത്തിലെ ഹിന്ദുക്കൾക്കും ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കുമെതിരെയുള്ള ഭീഷണിയാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും പ്രണയം നടിച്ച് വിവാഹം ചെയ്ത് മതപരിവർത്തനം ചെയ്ത് സിറിയയിലേക്ക് അയക്കുന്ന IS സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് 21 കണക്ക് പറയുന്നത്. നാം ജാഗ്രതയോടെ കാണേണ്ട വിഷയമാണ്. 21 ഊരിയ കത്തി അറബിക്കടലിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ഇനിയും കലാപത്തിന് തയ്യാറാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു അധ്യാപകന്റെ കൈവെട്ടിയപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, എന്നവരാരും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർക്കും അടക്കം ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ നിലപാട് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭീകരവാദത്തെ നമുക്ക് യോജിച്ച് നേരിടാം. നമുക്കെല്ലാവർക്കും ചേർന്ന് മതഭീകരവാദത്തെ നേരിടാം. 21 കത്തിയുടെ കാര്യം പറയുന്ന മതഭീകരവാദികളോട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1921 ഇന്ത്യയല്ല 2021 ഇന്ത്യ. 1921 നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ 2021 നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ അത് സാധിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഉയർത്തുന്ന ഏത് വെല്ലുവിളിയും, നിങ്ങൾ ഉയർത്തുന്ന ഏത് ആക്രമണ ഭീഷണിയും അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള, നേരിടാനുള്ള നെഞ്ചുറപ്പും ചങ്കൂറ്റവും കേരളത്തിലെ BJPക്കും RSSനും ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നെഹ്റുവിന്റെ ഇന്ത്യയല്ല, ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയല്ല, ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയല്ല, രാജീവ് ഗാന്ധിയുടെ ഇന്ത്യയുമല്ല, നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഇന്ത്യയാണ്. അതുകൊണ്ട് ഇത്തരം മതഭീകരവാദ ശക്തികളെ നിലയ്ക്ക് നിർത്തിയ പാരമ്പര്യമാണ് ശ്രീ നരേന്ദ്രമോദിജിക്കുള്ളത്. കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സാധിക്കുമെങ്കിൽ മലപ്പുറത്തും കേരളത്തും അത് സ്ഥാപിക്കാൻ ഒരു മടിയും കേന്ദ്ര സർക്കാരിനില്ല, മോദി സർക്കാരിനില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സുഹൃത്തുക്കളെ, മതഭീകരവാദത്തിനെതിരെ യോജിച്ച പോരാട്ടം ആവശ്യമുണ്ട്. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് യോജിച്ച പോരാട്ടം ആവശ്യമുണ്ട്. വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആവശ്യമുണ്ട്. സമാധാനവും വികസനവും പരസ്പര പൂരകമാണ്. അതുകൊണ്ടൊരു വികസിത കേരളം വേണം, ഒരു അഴിമതിയില്ലാത്ത കേരളം വേണം, ഒരു ഭീകരവാദമില്ലാത്ത കേരളം വേണം. ആ കേരളം കെട്ടിപ്പടുക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ പരിശ്രമിക്കുന്നത്. ഈ വിജയയാത്ര BJPയുടെ മാത്രം വിജയം ലക്ഷ്യമാക്കിയുള്ള യാത്രയല്ല, ഓരോ ശരാശരി മലയാളിയുടെയും വിജയത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള യാത്രയാണ്. സ്വാഭിമാനത്തോടെ
നെഞ്ചുയർത്തിപ്പിടിച്ച് ഒരു മലയാളിയാണ്, ഒരു ഇന്ത്യക്കാരനാണ് എന്ന് ലോകത്തിന് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് പറയാനുള്ള യാത്രയാണ്. കേരളം BJPക്ക് ബാലികറ മലയാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. കേരളത്തിൽ BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള പ്രചാരണമൊന്നും ഇവിടെ സാധിക്കില്ല. കേരളത്തിൽ പലയിടത്തും ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഈ രണ്ട് മുന്നണികളെയും തോൽപ്പിച്ച് വിജയിക്കാനുള്ള കരുത്ത് ഞങ്ങൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്, അതിവേഗം നടന്നെടുക്കുകയാണ്. ലക്ഷ്യം വളരെ വിദൂരത്തല്ല. കേരളം മോദിക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു സംസ്ഥാനമല്ല. കേരളം മോദിക്ക് വഴങ്ങുന്ന സംസ്ഥാനം തന്നെയാണ്, BJPക്ക് വഴങ്ങുന്ന സംസ്ഥാനം തന്നെയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തെളിയിക്കണം. അതിന് ഈ ഇത്രയും പ്രവർത്തകരെ 10 മണിക്കും കാത്തു നിൽക്കാനുള്ള നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ സഹനവും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന നിസ്വാർത്ഥരായിട്ടുള്ള കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ, ചെറുപ്പക്കാരുടെ, യുവതികളുടെ, അമ്മമാരുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിയുക തന്നെ ചെയ്യും. ശബരിമലക്കാലത്ത് നാം ഏത് രീതിയിലാണോ ഈ പിണറായി വിജയൻ സർക്കാരിനെ പരാജയപ്പെടുത്തിയത്, മുട്ടുകുത്തിച്ചത്, അതേ ആവേശത്തോടുകൂടി, അതേ ആത്മവിശ്വാസത്തോടുകൂടി നമുക്കെല്ലാവർക്കും തെരുവിലിറങ്ങാം. ഈ ഏപ്രിൽ 6-ാം തീയതി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളത് ഒരു ശുഭലക്ഷണമാണ്. ഈ ഡേറ്റ് ഏപ്രിൽ 6 ഭാരതീയ ജനതാ പാർട്ടിയുടെ ജന്മദിനമാണ്. ജന്മദിനത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജന്മദിനം നമുക്ക് ഇത്തവണ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ചർച്ചിൽ പോയി വീട്ടിലേക്ക് വരുന്ന ആളുകൾ ഇത്തവണ രാവിലെ കുളിച്ച് ജനാധിപത്യത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ്, ശ്രീകോവിലിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് പോളിംഗ് ബൂത്തിലേക്കാണ് നമ്മൾ രാവിലെ പോകേണ്ടത്. പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ തന്നെ മാർച്ച് ചെയ്ത് ഈ രണ്ട് മുന്നണികളെയും മാറ്റി നിർത്താൻ, BJPയെ വിജയസോപാനത്തിലെത്തിക്കാൻ നമ്മളെല്ലാവരും നമ്മുടെ ജന്മദിനം ഉപയോഗിക്കണം, ആ ദിവസം പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും അമ്മമാർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ ചാലിച്ച കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഭാരത് മാതാ കി. അടുത്തതായിട്ട് ജാഥാ നായകനുള്ള സ്വീകരണമാണ്. സ്വീകരിക്കാൻ വേണ്ടി സ്റ്റേജിന്റെ ഇടത്തെ സൈഡിൽ നിന്നും കയറി വലത്തെ സൈഡിലേക്ക് പോകേണ്ടതാണ്. ജാഥാ നായകനെ സ്വീകരണം, ഒപ്പം മറ്റു പാർട്ടികളിൽ നിന്നും BJPക്ക് എത്തിയിട്ടുള്ള ആൾക്കാരെ സ്വീകരണമാണ്. BJP ദേശീയ കൗൺസിൽ അംഗം KS രാജൻ, BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ MV ഗോകുമാർ, ദക്ഷിണമേഖലാ സെക്രട്ടറി B കൃഷ്ണകുമാർ, BJP ജില്ലാ സെക്രട്ടറി സജു എടക്കലിൽ, ജില്ലാ ട്രഷറർ KG കർത്ത, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽ അമ്പാടി, സതീഷ് കൃഷ്ണൻ, ഇന്ദിരാജി കുറുപ്പ്, സുധാമണി, ബിനുരാജ്, അനീഷ് മുളക്കഴ, രാജേഷ് ഗ്രാമം, ലേഖ അജിത്ത്, അനീഷ ബിജു, നിയോജക ട്രഷറർ മനു കൃഷ്ണൻ. ഈ ഇടത്തെ സൈഡിൽ നിന്നും കയറി വലത്തോടെ ഇറങ്ങിപ്പോകണം. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കലാ രമേശ്, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഗീത അനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് സുഷമ ശ്രീകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജ പത്മകുമാർ. മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി ദക്ഷിണ കൈലാസം എന്ന പുകൾപ്പറ്റ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിനെ അനുസ്മരിച്ചുകൊണ്ട് മഹാദേവന്റെയും മഹാദേവിയുടെയും ഫോട്ടോകൾ മഹിളാ മോർച്ച മണ്ഡലം കമ്മിറ്റി നൽകുന്നു. യുവമോർച്ചയ്ക്ക് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി രോഹിത് രാജ്, ജില്ലാ സെക്രട്ടറി സൗമ്യ എസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ജയകൃഷ്ണൻ,
ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് അനിൽ ജോൺ എബ്രഹാം, ജനറൽ സെക്രട്ടറി എ മാത്യു തമ്പി, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻകുമാർ, മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ സേനൻ, ജനറൽ സെക്രട്ടറി മനു പൈ, വൈസ് പ്രസിഡന്റ് കിഷോർ, കർഷക മോർച്ചയ്ക്ക് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് അജിയാർ നായർ, മാന്നാർ പടിഞ്ഞാറ് പ്രസിഡന്റ് കലാധരൻ, ജനറൽ സെക്രട്ടറി സുന്ദരേശൻ പിള്ള, മെമ്പർ ശാന്തിനി എസ്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ഫിലിപ്പ് നൈനാൻ, മാന്നാർ കിഴക്ക് പ്രസിഡന്റ് KM ശിവകുമാർ, ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ, അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വെങ്കല സൃഷ്ടിയുടെ നാടായ മാന്നാറിൽ നിന്നും നിലവിളക്ക് നൽകിക്കൊണ്ട് മാന്നാർ കിഴക്ക് കമ്മിറ്റി, പാണ്ടനാട് സംസ്ഥാന സമിതി അംഗം MA ഹരികുമാർ, പ്രസിഡന്റ് KG മനോജ്, ജനറൽ സെക്രട്ടറി രഘുറാം ആലേലിൽ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആശാ വി നായർ, വൈസ് പ്രസിഡന്റ് TC സുരേന്ദ്രൻ നായർ. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ ഇട്ടവര് ഇടത് സൈഡിലേക്ക് ഇറങ്ങിപ്പോകണം. പാർലമെന്റ് പാർട്ടി ലീഡർ പാണ്ടനാട് പഞ്ചായത്ത് MB വിജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം വിജയമ PS, ശ്രീകല കിഴക്കേനത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ശൈലജ ലഹുറാം, ഗ്രാമപഞ്ചായത്ത് അംഗം മഹിളാ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ്, തിരുവമ്മണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് SK രാജീവ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം T ഗോപി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി സുഭാഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ശ്രീവിദ്യ മുഖശ്രീ, നിഷാബിനു, മനു തെക്കേടത്ത്, മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് B ജയകുമാർ, ജനറൽ സെക്രട്ടറി കൗൺസിലറുമായിട്ടുള്ള രോഹിത് കുമാർ, കൗൺസിലർമാരായിട്ടുള്ള ശ്രീദേവി ബാലകൃഷ്ണൻ, ആതിര ഗോപൻ, ഇന്ദുരാജ്, സിനി ബിജു, മുളക്കഴ വടക്ക് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് അനു പെരിങ്ങാല, ജനറൽ സെക്രട്ടറി ശരത് ശ്യാം, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിജിലിയ PG, ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിത വട്ടയത്തിൽ, മുളക്കുഴ തെക്ക് കമ്മിറ്റിക്ക് വേണ്ടി PR അനിൽകുമാർ, ജനറൽ സെക്രട്ടറി PB രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പകുമാരി, ആല പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് PG മകേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള രാജീവ് കുമാർ, KK അനൂപ്, ശരണ്യ PS, പുലിയൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി PK വിജയൻ, ജനറൽ സെക്രട്ടറി ഗോകുമാർ സൂര്യ, രാജേഷ് കല്ലുംപുറത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം, ബുധനൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി ഹരികുമാർ, TP സുന്ദരേശൻ ജില്ലാ കമ്മിറ്റി അംഗം, സുജാത T, ഉഷ, രാജീവ് ബാബു, ശാന്ത ഗോകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ചെന്നിത്തല പടിഞ്ഞാറ് സംസ്ഥാന കൗൺസിൽ G ജയദേവ്, പ്രസിഡന്റ് മനീഷ് കളരിക്കൽ, ജനറൽ സെക്രട്ടറി ഹരി മണ്ണാരേത്ത്, ജില്ലാ കമ്മിറ്റി അംഗം ചെന്നിത്തല സദാശിവം പിള്ള, ചെന്നിത്തല കിഴക്ക് പ്രസിഡന്റ് സജു കുരുവിള, ജനറൽ സെക്രട്ടറി പ്രവീൺ പ്രണവം, ഗ്രാമപഞ്ചായത്ത് അംഗം ഗോപൻ ചെന്നിത്തല, പ്രവീൺ കാരാഴ്മ, ദീപാരാജൻ, ബിന്ദു പ്രദീപ്, കീർത്തി ബിപിൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ചെറിയനാട് പ്രസിഡന്റ് മധുസൂദനൻ, ജനറൽ സെക്രട്ടറി ഉണ്ണി മണ്ണാടിക്കൽ, ചെറിയനാട് പള്ളിവിളക്കിന്റെ നാടായ ചെറിയനാട്ടിൽ നിന്നും പള്ളിവിളക്ക് നൽകിക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരിക്കുന്നു. പ്രസന്നകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം, R രാധാകൃഷ്ണൻ, ചന്ദ്രദാസ്, അരവിന്ദാഷൻ, വിജയൻ, ലതീഷ്, വിനുകുമാർ, വെൺമണി, ജില്ലാ കമ്മിറ്റി അംഗം K രമേശ്, പ്രൊഫസർ രാജഗോപാലൻ, അഡ്വക്കേറ്റ് സജീവ്, പ്രസിഡന്റ്
സുരേന്ദ്ര ശർമ്മ, ജനറൽ സെക്രട്ടറി ഷൈൻ പുന്തല, മനോഹരൻ മണക്കാല, ഉമാദേവി, രാധമ്മ ടീച്ചർ, മനു മുരളി, സൂര്യ അരുൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സഞ്ജീവ് ഗോപാലകൃഷ്ണൻ മാവേലിക്കര, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ, BJP ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് MS ഉണ്ണിത്താൻ, വിശ്വകർമ്മയുടെ ഐക്യവേദിയുടെ ആദരവും പ്രതിനിധി PK സുശീലൻ, LJP ജില്ലാ പ്രസിഡന്റ് ബിന്ദു പി പിള്ള, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി മാന്നാർ സുരേഷ്, അടുത്തതായിട്ട് വിവിധ പാർട്ടികളിൽ നിന്നും വന്ന ആൾക്കാരെ സ്വീകരിക്കുകയാണ്. KO ബിജു, ഓലോലിൽ പാണ്ടനാട്, സജീവ CPM പ്രവർത്തനം, ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് CA2. അദ്ദേഹത്തെ ആദരപൂർവം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മഞ്ജു ബിജു, ഓലോലിൽ, ബിജു ജോർജ്, കടവിൽ പ്ലാമോട്ടിൽ, മുൻ കോൺഗ്രസ് പാണ്ടനാട് മണ്ഡലം സെക്രട്ടറിയും അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമാണ്. സിജു സക്കറിയ കോശി, പടിഞ്ഞാറ് ഇടശ്ശേരിയിലെത്ത്, രുതി പൈവള്ളിൽ, മുൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റ്, PK വാസുദേവൻ കൊല്ലന്തറ, പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ്, മുൻ പാണ്ടനാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, സുരേഷ് ബാബു, മൂലപ്പടവിൽ സജിത് ഭവൻ, ചേട്ടാ ബിജു ജോർജ്, കടവിൽ പ്ലാമൂട്ടിൽ, അദ്ദേഹം മുൻ കോൺഗ്രസ് പാണ്ടനാട് മണ്ഡല സെക്രട്ടറിയും അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമാണ്. വ്യാപാരി വ്യവസായി സംഘ് ചെങ്ങന്നൂർ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ, അദ്ദേഹം ജാഥാ നായകനെ സ്വീകരിക്കുകയാണ്. ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്താൻ വേണ്ടി പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി രമേശ് പേശ്ശേരി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രം മാറ്റിക്കുറിക്കുവാൻ വിജയയാത്ര അതിന് നേതൃത്വം നൽകി. എല്ലാ അർത്ഥത്തിലും ആ യാത്ര വിജയകരമായി അതിൻ്റെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിജയയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ദേശസ്നേഹികൾക്കും ഈ യാത്രയുടെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. വന്ദേ മാതരം.